ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ക്രൈസ്റ്റ് ബ്ലസ് ചാനലിനോട് ബന്ധത്തിൽ ഇന്ന് ഈ വയ്യ സമയത്ത് എൻ്റെ ടെസ്റ്റിമണി ഷെയർ ചെയ്യുവാൻ ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ അനീഷ് പാസ്റ്ററിനോടും എന്നെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ പേര് ജോൺസൺ എന്നാണ്. ഞാൻ പിറവം സ്വദേശിയാണ്. ഞാൻ 30 വർഷമായിട്ട് വടക്കേ ഇന്ത്യയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. സർവശക്തനായ ദൈവം ഞങ്ങളെ 30 വർഷക്കാലം അത്ഭുതകരമായി നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ പെട്ടെന്ന് ഓർപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 96-ൽ കുമ്പനാട് ബൈബിൾ കോളേജിൽ നിന്ന് ഗ്രാജുവേഷൻ പ്രാപിച്ച ശേഷം ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നുപോയി. ഗുജറാത്തിലെ കച്ച് ഡിസ്ട്രിക്റ്റിലെ ബുച്ച് എന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ഞാൻ കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയുടെ ബന്ധത്തിലായിരിക്കാൻ ദൈവം അവസരം നൽകി തന്നത്. ഒരു ചെറിയൊരു കൂട്ടായ്മ, എന്നാൽ ദൈവം അവിടെ ഞങ്ങളെ വളർത്തുവാനിടയായി. 40-ൽ പരം ആൾക്കാർ കൂടുന്നൊരു കൂട്ടായ്മയായിട്ടത് വളർന്നു. എനിക്കവിടെ വെച്ചൊരു ആൺകുട്ടി ജനിച്ചു. എന്നാൽ 2001 ജനുവരി മാസം 26-ാം തീയതി ഭാരതത്തെ പിടിച്ചു കുലുക്കിയൊരു വലിയൊരു ഭൂകമ്പം നടന്നു. അതിൽ 97 ദിവസം പ്രായമുള്ള എൻ്റെ മോനും എൻ്റെ ചർച്ചിലൊരു കുടുംബവും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. ഈ സംഭവം നടക്കുമ്പോൾ എൻ്റെ മിസ്സിസ് വാഷ്റൂമിലായിരുന്നു. എൻ്റെ അമ്മച്ചി അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കുമ്പനാട് കൺവെൻഷനോട് ബന്ധത്തിൽ കുമ്പനാട് വന്ന ശേഷം തിരിച്ച് മടക്കയാത്രയിലാണ് ഈ ഭൂകമ്പം നടക്കുന്നത്. ഏകദേശം 30ഓളം ദേവദാസന്മാർ ഗാന്ധിധാം നാഗർകോവില ട്രെയിനകത്ത് ആ സമയത്തുണ്ടായിരുന്നു. ഞങ്ങൾ അഹമ്മദാബാദിൽ വന്ന് ഇറങ്ങിയ ശേഷമാണ് ഞങ്ങൾ ഗുജറാത്തിൻ്റെ ഭൂകമ്പത്തെക്കുറിച്ചുള്ളത് ലൈവിലായിട്ട് TV കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ന്യൂസിൽ വരുന്നതൊക്കെ വാർത്ത ഇതാണ്: ബുച്ച് എന്ന പട്ടണത്തിൽ ആരും ജീവനോടെ ശേഷിക്കുന്നില്ല, സകലരും മരിച്ചുപോയി എന്നൊരു വാർത്തയാണ് ഞങ്ങൾ കാണുവാൻ കഴിഞ്ഞത്. അങ്ങനെ ഇന്നത്തെ പോലെ മൊബൈൽ സംവിധാനങ്ങളൊന്നുമില്ലല്ലോ അന്ന്. ലാൻഡ് ലൈനിൽ കൂടെ മാത്രമേ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ലാൻഡ് ലൈനെല്ലാം നശിച്ചു പോയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിരാശയോടെ ഇരിക്കാനിടയായി തീർന്നു. ഭൂകമ്പം നടക്കുന്ന സമയം മിസ്സിസ് വാഷ്റൂമിലായിരുന്നു. എന്നാൽ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിലേക്ക് 3 ബിൽഡിങ് വീണ് കിടക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ചെരിഞ്ഞ് ഈ ബാത്റൂമെല്ലാം ഔട്ട്സൈഡിലായതുകൊണ്ട് ആ ഡോറ് ജാമായി എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അതിനകത്തു നിന്ന് പുറത്തു വരാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലായിപ്പോയി. ഏകദേശം 2.5 മണിക്കൂർ അതിനകത്ത് കിടന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു. പക്ഷേ നിലവിളിയൊന്നും ആരും കേൾക്കുന്നില്ല. കാരണം അതിലും ഭീകരമായൊരു നിലവിളിയായിരുന്നു ആ സമയങ്ങളിൽ ആ പട്ടണത്തിൽ ഉയർന്നുകൊണ്ടിരുന്നത്. ഞങ്ങളെ ഹൗസ് ഓണർ ഞാനവിടെ ഇല്ല എന്ന സ്ഥിതി മനസ്സിലാക്കി ഞങ്ങളെ തിരക്കി വന്നപ്പോൾ എൻ്റെ അമ്മ അടുക്കളയിലുണ്ടായിരുന്നു. അമ്മ വീണ് കിടക്കും. അമ്മയെ എഴുന്നേൽപ്പിച്ച് ആ കട്ടിലിൽ നിന്ന് എൻ്റെ കുഞ്ഞ് താഴെ വീണ് കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച് അമ്മച്ചി കൈ കൊടുത്തു. വൈഫ് എന്തേ ചോദിച്ചപ്പോൾ ടോയ്ലറ്റിലാണെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ചെന്ന് ആ ഡോറ് ചവിട്ടി തുറന്നാണ് പുറത്ത് കൊണ്ടുവന്നത്. അതിനുശേഷം വൈഫിന് അല്പം മെൻ്റലി ഡിപ്രഷനായി. ഞങ്ങൾക്ക് പിന്നെ ബുച്ചിൽ നിന്നും കലോളിലേക്ക് മാറേണ്ടതായി വന്നു. ഗുജറാത്ത് അഹമ്മദാബാദിനടുത്ത് ഒരു ഡിസ്ട്രിക്റ്റാണ് കലോൾ. അങ്ങോട്ട് ഞങ്ങൾ സ്ഥലം മാറേണ്ടതായി വന്നു. അവിടെ ഞങ്ങൾ 2004 വരെ നിന്നു. കാരണം 2004 വരെ കടന്നുപോയെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പ്രതിസന്ധി കൂടെ കടന്നുപോയത്. ആ വൈഫിൻ്റെ കൺട്രോളെല്ലാം നഷ്ടമാകുന്നു. പല പ്രാവശ്യം വയലൻ്റ് ആകുന്നു. ഒരു മാനസിക രോഗിയായി പൂർണ്ണമായി മാറിക്കൊണ്ടിരുന്നു. അങ്ങനെ 2004-ൽ IPC ഗുജറാത്ത് സ്റ്റേറ്റിൻ്റെ ഭാരവാഹികളൊക്കെ ഒരു ദിവസം വൈകുന്നേരം എന്നെ വിളിക്കുകയും എന്നെ കാണാൻ വരികയും ചെയ്തു. എൻ്റെ പക്കൽ അന്നൊരു 5000 രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞു, ജോൺസൺ ഒരു കാര്യം ചെയ്യ്, വൈഫിനെയും കൊണ്ട് എവിടെയെങ്കിലും പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യ്, സൗഖ്യമാക്കിയിട്ട് നിങ്ങൾ മടങ്ങി വാ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ പൈസ എടുത്ത് തന്നു. ഞാൻ വളരെ നിരാശനായി പൈസ വാങ്ങി അലമാരി വെച്ചിട്ട് അന്ന് ഞങ്ങളുടെ സെൻറ്ററിൻ്റെ പാസ്റ്ററായിരുന്നു പിറവത്തുള്ള ബാവുച്ചറിയം പാസ്റ്ററിനോട് ഞാൻ ഈ കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ നീ വാ, സഭ ഒന്നടങ്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഒരു സെൻറ്റർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ധൈര്യമായിട്ട് വരാൻ പറഞ്ഞു. കർത്താവാണ് നിന്നെ വേലയ്ക്ക് വിളിച്ച, മനുഷ്യനല്ല. അതുകൊണ്ട് ധൈര്യമായി വരാൻ പറഞ്ഞ അദ്ദേഹം ഞങ്ങളെ ക്ഷണിക്കുകയും കുറച്ച് നാളുകൾ നാട്ടിൽ നിന്നു.
നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത കണ്ടീഷൻ. ഈ സമയങ്ങളിൽ ഞങ്ങൾ സൈക്കോ തെറാപ്പി, സൈക്കോ കൗൺസിൽ, സൈക്കോ ട്രീറ്റ്മെൻറ്റ്, ഇന്ന് കാണുന്ന കൗൺസിലിംഗ് സെൻറ്ററുകൾ, അനേക ദൈവദാസന്മാരെ വിളിച്ച് ഈ സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ വിഷയങ്ങൾക്കൊരു വിടുതലില്ലാത്ത നാളുകളായി. അങ്ങനെ കുറച്ച് നാൾ ഞങ്ങൾ UPയിലെ റായ്ബറേലിയിൽ വന്നു. റായ്ബറേലിയിലും കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴും അവിടെ നിന്നും ഞങ്ങളെ പറഞ്ഞയക്കുകയായിരുന്നു. ഈ സമയങ്ങളിൽ ഡോക്ടർമാർ ഞങ്ങളോട് പറയുന്നത്, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായാൽ പക്ഷേ തന്നെ സോൾവ് ആവും. അങ്ങനെ ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിന് ദൈവം ദാനമായി നൽകി. എന്നാലൊരു മാനസിക അസ്വസ്ഥതയുള്ളൊരു സഹോദരി എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ നോക്കുന്നത്? കുഞ്ഞിന് വേണ്ട വിധം കെയർ കൊടുക്കാൻ കഴിയാത്ത നിലയിലായി. കുഞ്ഞിൻ്റെ കാര്യം നോക്കണം, ഞാനായിരിക്കുന്ന ചർച്ചിൻ്റെ കാര്യങ്ങൾ നോക്കണം, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നേർ വരും, അവരുടെ കാര്യം നോക്കണം, ഫുഡ് കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇങ്ങനെ ഒരു മാനസികമായ വലിയ ഒരു പ്രതികൂലങ്ങൾക്കൂടെ കടന്നു പോകുന്ന നാളുകളായിരുന്നു അത്. എന്നാൽ അവിടെ നിൽക്കുവാൻ കഴിയാതെ വന്നു. അവിടെ ഞങ്ങളെ പറഞ്ഞു വിട്ടു. കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ നിൽക്കുമ്പോഴാണ് IPC ഡൽഹി സ്റ്റേറ്റിൽ ഗുഡ്ഗാവിലുള്ള ചർച്ചിൽ ഇന്ന് പാസ്റ്റർ രാജീവ് പോക്കാല പാസ്റ്ററിൻ്റെ ചർച്ചിലെ പാസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ മെയിൻ പാസ്റ്റർ അലക്സാണ്ടർ, അദ്ദേഹത്തിൻ്റെ മിസ്സിസിൻ്റെ നാട്ടിലേക്ക് ഒരു ട്രാൻസ്ഫർ ആയ സമയം അദ്ദേഹത്തെ പേഴ്സണലായിട്ട് എന്നെ അറിയാവുന്നതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോൺസൺ, ഇത് സ്ഥലമാറ്റത്തിൻ്റെ സമയമല്ല, ഇവിടെ ഇപ്പോൾ ഒരു വേക്കൻസി ഉണ്ട്, ഞാൻ നാട്ടിലേക്ക് പോകുന്നു. എന്നാൽ പാസ്റ്ററിന് വന്നാൽ പാസ്റ്റർ K ജോയിച്ചാനെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സഭ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജോയിച്ചാനെ പോയി കണ്ടു. ആ ഗുഡ്ഗാവ് IPC ചർച്ചിൻ്റെ ചാർജ് എടുപ്പാൻ ദൈവം കൃപ നൽകി. 4 വർഷം അവിടെ നിന്ന് അവിടെ വെച്ച് ഒരു പെൺകുഞ്ഞിനും കൊണ്ട് ദൈവം ദാനമായി നൽകി തന്നു. പലപ്പോഴും വയലൻ്റ് ആവും, പിടിച്ചാൽ കിട്ടാത്ത നിലയിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങി ഓടും. പിന്നെ അവിടെ നിന്നൊക്കെ പിടിച്ചുകൊണ്ടുവന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ 2009 എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വന്നു. സഭയ്ക്കും വലിയ പ്രയാസമായി. അന്ന് സഭയിലെ ചില സഹോദരങ്ങൾ പാസ്റ്റർ K ജോയിച്ചാനെ വിളിച്ച് പറഞ്ഞു, ജോൺസൺ പാസ്റ്ററിൻ്റെ വൈഫിന് വളരെ കൂടുതലാണ്, എന്ത് ചെയ്യണം? അപ്പം 2 ദിവസം കഴിഞ്ഞപ്പോൾ ജോയിച്ചാനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, അവരുടെ പേരൻസിൻ്റെ അടുക്ക് കൊണ്ടുവിട്ടിട്ട് വരാൻ പറഞ്ഞു. അതിൻ്റെ പേരൻസൊക്കെ എന്നിട്ട് വൈഫിൻ്റെ പേരൻസിൻ്റെയൊക്കെ ചെന്നൈയിലാണ്. അന്ന് സഭക്കാർ തന്നെ പെട്ടെന്ന് ഞങ്ങൾക്ക് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തൽക്കാൽ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് വിടുന്ന സമയത്ത് റാന്നിയിൽ നിന്നൊരു അമ്മച്ചി ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്നു. ആ അമ്മച്ചി ഞങ്ങളുടെ ചർച്ചിലുള്ളത് നല്ലൊരു പ്രാർത്ഥനയ്ക്കുന്നൊരു അമ്മച്ചിയാണ്. അമ്മച്ചി എന്നോട് പറഞ്ഞു, മോനെ, എങ്ങോട്ടാണ് പോകുന്നത്? ആരുടെ അടുക്കലേക്കാണ്? ഒരു വെള്ള പേപ്പറിൽ എഴുതി വൈഫിൻ്റെ ബൈബിളിനകത്ത് വയ്ക്കാൻ പറഞ്ഞു. ആ യാത്ര ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്തൊരവസ്ഥയാണ്. അന്ന് ചെന്നൈയിലേക്കുള്ള മദ്രാസ് മെയിലിന് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാനും കുഞ്ഞുങ്ങളും വൈഫും അതിനകത്ത് കയറി. അപ്പോൾ തന്നെ ഞാൻ ആ ക്യാബിൽ ഇരുന്ന പ്രിയപ്പെട്ട തമിഴ്നാട്ടിലെ സഹോദരങ്ങളാണ്. അവരോട് പറഞ്ഞ് കൈകൊപ്പിയിട്ട്, വൈഫിന് മെൻ്റലിച്ച് പ്രോബ്ലമുണ്ട്, ചെന്നൈ സെൻറ്റർ വരെ ഞങ്ങൾക്ക് പോകണം, ഒച്ചയും ബഹളമൊക്കെ എടുക്കും, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അവർ ചില വിദ്യാഭ്യാസമുള്ളവർ പറഞ്ഞ്, സാർ ഒരു കാര്യം ചെയ്യും, വൈഫിനെ സുരക്ഷിതമായിട്ട് കൊണ്ടുവെക്കോ, ഞങ്ങൾ അങ്ങോട്ടൊക്കെ മാറിയിരിക്കാമെന്ന് പറഞ്ഞ് അവർ മാറിയിരുന്ന് ഞാനൊരു തോർത്തുകൊണ്ട് ആ ജനലിൽ വെൻറ്റോയിൽ കെട്ടിയിട്ട് ആ യാത്ര പോകുന്നു. എന്നാൽ ഈ വണ്ടി ഒരിക്കലും വിജയവാഡയ്ക്ക് അടുത്ത് നെല്ലൂർ സ്റ്റേഷൻ എത്തിയപ്പോൾ ഈ വണ്ടിക്ക് സ്റ്റോപ്പില്ല. പക്ഷെ ഒരു പാസിങ്ങിന് വേണ്ടി വണ്ടി ഇട്ട സമയം ഏകദേശം രാവിലെ 3 മണിയായപ്പോൾ അന്ന് ഇളയ കുഞ്ഞിന് 3 വയസ്സ് പ്രായമുണ്ട്. ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവൾ ഇറങ്ങിപ്പോയി. 6 കിലോമീറ്റർ നടന്ന് ആ നെല്ലൂരുള്ള ഒരു പഴയ ഗ്രാമത്തിലെ ബസ് സ്റ്റാൻഡിലേക്ക് കടന്നു ചെന്നു അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിരാവിലെ മുല്ലപ്പൂ വിൽക്കാൻ വന്ന കുറേ സഹോദരിമാരുണ്ട്. അവർ മുല്ലപ്പൂ വിൽക്കാനായിട്ട് കടന്നു വന്നു. 5 ഭാഷ അറിയാം, 3 ഭാഷ ട്രാൻസ്ലേഷൻ ചെയ്യും, തെലുങ്ക് അറിയാം. ഒരു കുഞ്ഞിനെ തോളയിട്ടിരിക്കുന്നു, ബഹളി പിടിച്ച് ചുറ്റും നോക്കുകയാണ്. കണ്ടിട്ട് തെലുങ്കരല്ല എന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ അവർ പലരും മാറി മാറി ചോദിച്ചു. പക്ഷേ മറുപടി ഒന്നും പറഞ്ഞില്ല. ഒടുവിൽ നിരാശരായിരിക്കുമ്പോൾ അവൻ്റെ അടുത്തൊരു കാൽവറി പെന്തക്കോസ്തിൻ്റെ ചർച്ചുണ്ട്. ആ ചർച്ചിലെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ 1000-ലധികം വിശ്വാസികൾ അന്നുണ്ട്. തീരെ പാവങ്ങളായ വിശ്വാസികളാണ്. കൂലിപ്പണിക്ക് പോകുന്നവരും അതുപോലെ റെയിൽവേ ലിമിറ്റിൽ പണി ചെയ്യുന്നവരും പാടത്ത് പോകുന്നവരൊക്കെയാണ്. അവിടുത്തെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അവർ നേരത്തെ കിടന്നുറങ്ങും, അതിരാവിലെ എഴുന്നേൽക്കും. ചിലർ അതിൽ കൂട്ടത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് ആഹാരമൊക്കെ പ്രിപ്പയർ ചെയ്ത ശേഷം പ്രഭാത പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആലയത്തിൽ വരും. ആലയത്തിലെ പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് പലരും പല സ്ഥലങ്ങളിലേക്ക് ജോലിക്കായി കടന്നു പോകുന്നു.
എല്ലാ ദിവസവും ആ ചർച്ചിൽ നിന്നും 2 സഹോദരങ്ങളെ കുറേ ട്രാക്റ്റും കൊടുത്തു വിടാറുണ്ട്. അങ്ങനെ കൊടുത്തു വിടുന്ന സമയത്ത് അവിടെ തീമത്തി എന്ന് പറഞ്ഞൊരു കർത്തദാസനുണ്ടായിരുന്നു, ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് ദൈവാത്മ ഇടപെടുകയാണ്, ഇന്ന് നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാം, ബസ് സ്റ്റാൻഡിൽ നിന്ന് ട്രാക്റ്റ് കൊടുത്ത് തുടങ്ങാം എന്നൊരു സംസാരം കേൾപ്പാനിടയായി. എൻ്റെ പ്രിയപ്പെട്ടവൾ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത് ആ ബസ് സ്റ്റാൻഡിലാണ്. അതിൻ്റെ അടുത്തുള്ള ചർച്ചിലെ ദൈവദാസന്മാർ 2 പേര് ട്രാക്റ്റുമായിട്ട് കടന്നു വരുന്നു. എന്നാൽ അതിനു മുമ്പ് മിസ്സിങ് ആയ സമയത്ത് എനിക്കറിയാവുന്ന എല്ലാ കർത്തദാസന്മാരെയും ഞാൻ വിളിച്ചു പറഞ്ഞു. എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സഹപാഠിയാണ് വെണ്ണിക്കുളത്തുള്ള പാസ്റ്റർ ഷാജിയമ്പോൾ, അതുപോലെ കോട്ടയത്തുള്ള ജീസസ് വോയിസിലെ അനി ജോർജ്, കായംകുളത്തുള്ളൊരു വർഗീസ് ബേബി. ഇവരൊക്കെ ഞാനൊരു ഈ മെസ്സേജ് ഷെയർ ചെയ്യുവാനിടയായി. എന്നാൽ ഇവരെല്ലാം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ വർഗീസ് ബേബി അന്ന് രാവിലെ പ്രെയർ റൂമിലായതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞ്, ദൈവം തൻ്റെ ദൂതനെ അയച്ച് വിടുവിക്കുന്നു, ധൈര്യമായിരിക്കാൻ പറഞ്ഞു. ആ സമയത്തൊന്നും ആ ദൂത് ഏറ്റെടുക്കാനുള്ളൊരു മാനസിക സ്ഥിതി എനിക്കില്ല. അങ്ങനെ ഞാൻ TTRൻ്റെ അടുക്ക് ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്തു, വൈഫ് മിസ്സിങ് ആണ്. അപ്പോൾ TTR പറഞ്ഞു, ട്രെയിനിൽ കിടന്ന് ബഹളം വെക്കുന്ന ഞങ്ങൾ കണ്ടതാണ്, നീ മനഃപൂർവ്വം നിൻ്റെ ഭാര്യ ഒഴിവാക്കിയതെന്ന് പറഞ്ഞ് ആ ട്രെയിൻ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഞങ്ങളെ ഏൽപ്പിച്ചു. അങ്ങനെ അവർ ഞങ്ങളെ കൊണ്ടുപോയി അവരെ ക്യാബിനിരുത്തി. ഞാൻ പറഞ്ഞു, സാറേ അടുത്ത സ്റ്റേഷനിലിറങ്ങി ഞാൻ എൻ്റെ വൈഫിനെ അന്വേഷിച്ചോളാം, പറ്റത്തില്ല, ഇതിന് ടിക്കറ്റ് ചെന്നൈ വരെയുള്ളതാണ്, ചെന്നൈ കൊണ്ട് പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്യാതെ വിടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ 8 മണിയായപ്പോൾ വണ്ടി ചെന്നൈയിൽ വന്നു. ഞങ്ങളവിടെ ഞങ്ങളുടെ ലഗേജൊക്കെ ഇട്ടിട്ട് ഓരോ സ്റ്റേഷനിലിറങ്ങിയാൽ അന്വേഷിക്കാൻ തുടങ്ങി. രാത്രി 12 മണിയായപ്പോൾ വിജയവാഡ വന്നിട്ട് ആ ബെഞ്ചിൽ, റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ബെഞ്ചിൽ എൻ്റെ രണ്ടാമത്തെ കുട്ടിക്ക് അന്ന് 5 വയസ്സുണ്ട്, ഇളയ കുട്ടിക്കാണ് 1 വയസ്സ്. ആ കുട്ടിയെ കൊണ്ടാണ് പ്രിയപ്പെട്ടവൾ ഇറങ്ങിപ്പോയത്. ആ 5 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ആ ബെഞ്ചിലിരിക്കുമ്പോൾ തകർന്നു പോയ എൻ്റെ ഹൃദയത്തോടൊന്ന് പിശാച് പറയുന്നു, നീ ഇനി എന്തിനാണ് ജീവിക്കുന്നത്, മരിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ കാണുന്നത് സ്റ്റേഷൻ്റെ അതിർത്തിയിൽ ഇരുട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ എൻ്റെ പെട്ടെന്ന് മൈൻഡിൽ വന്നത്, ഈ കുഞ്ഞിനെ എടുത്ത് ഏതൊക്കെ വണ്ടിയുടെ മുമ്പിൽ ചാടി മരിക്കാം. കാരണം എൻ്റെ വൈഫ് മിസ്സിങ് ആയെന്ന് എൻ്റെ ഫാദറിനെ വിളിച്ച് ഞാൻ പറയുമ്പോൾ പപ്പ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. ഞാൻ എത്രമാത്രം ആരോട് സത്യം പറഞ്ഞാലും ആരും വിശ്വസിക്കുകയില്ല. കാരണം 9 വർഷമായിട്ട് സകലർക്കും അറിയാം വൈഫിൻ്റെ അവസ്ഥകൾ. എല്ലാവരും എന്നെ കൈ വിടും, അതുകൊണ്ട് ഇനി മുന്നോട്ടുള്ള യാത്ര ബുദ്ധിമുട്ടാണെന്ന് എൻ്റെ ബലഹീനമായ മൈൻഡിലേക്ക് പിശാചിട്ട തോട്ട്സ് അത് ഭയങ്കരമായിട്ട് എൻ്റെ ആഴത്തിലേക്ക് എന്നെ പതിഞ്ഞു. എന്നാൽ ഞാൻ യാത്ര ചോദിക്കാനായിട്ട് അന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഓരോ സ്റ്റേഷനിലും ഈ പഴയ STD ബൂത്തുകളുണ്ട്, ചെറിയ റൂം പോലെ തിരിച്ച് STD ബൂത്തുകളുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് വിളിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ വലിയ പ്രാർത്ഥന ശബ്ദം കേൾക്കാം. എൻ്റെ മൂത്ത സഹോദരനടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഈ വീട്ടിലേക്ക് മടങ്ങി വരുന്നില്ലെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. വൈഫിൻ്റെ ഹൗസിലേക്ക് ഞാൻ വിളിക്കുമ്പോൾ മമ്മി വളരെ ഉച്ചത്തിൽ അല്ലേലു പറഞ്ഞു. ഞാൻ എന്താ മമ്മി എന്ന് ചോദിച്ചപ്പോൾ, മോനെ, നമ്മുടെ കുഞ്ഞിനെയും സുജയും ദൈവം സുരക്ഷിതമായി നമ്മുടെ വീട്ടിലെത്തിച്ചു. ആ കർത്തദാസൻ പറഞ്ഞ പോലെ ദൈവം തൻ്റെ ദൂതനെ അയച്ചു വിടുവിച്ചു എന്ന് ജീവിതത്തിൽ ഒരിക്കൽ കൂടെ അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിച്ചു. ദൈവം ചെയ്ത പ്രവൃത്തി ഇതാണ്. അവരവിടെ ബസ് സ്റ്റാൻഡിൽ വരുമ്പോൾ ഒരു സഹോദരിയുടെ ചുറ്റും ആൾക്കാർ കൂടി നിൽക്കുകയാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞ് അവർ തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ ഈ തീമത്തി എന്ന് പറഞ്ഞ കർത്തദാസനോട് വീണ്ടും ദൈവാത്മാ ശക്തമായി ഇടപെടുകയാണ്. നീ മുന്നോട്ട് കടന്നു ചെല്ലുക. ആ വാക്കിനാൽ ആ നിയോഗമുണ്ടായിട്ട് ആ ദൈവദാസൻ മുന്നോട്ട് കടന്നു വന്നപ്പോൾ കണ്ടൊരു കാഴ്ച, എൻ്റെ വൈഫിൻ്റെ ബാഗ്, തോളിക്കിടക്കുന്ന ബാഗ് തുറന്നു കിടക്കുന്നു. റെയിൽവേയുടെ ക്യാൻറ്റീനിൽ നിന്ന് കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് മേടിച്ചു കൊടുത്ത ആ ക്യാൻറ്റീൻ്റെ ആ പാൽക്കുപ്പി നിറഞ്ഞു കിടക്കുകയാണ്. ഒരു തുള്ളി പാല് പോലും കൊടുത്തിട്ടില്ല. അവർ പിന്നെയും ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ആ ബാഗിനകത്തൊരു ബൈബിൾ കിടക്കുന്ന കണ്ടു. അത് അവരുടെ മൈൻഡിനെ മാറ്റിക്കളഞ്ഞു. അവർക്ക് മനസ്സിലായി എന്തോ വഴി തെറ്റി വന്നതാണ്. അവർ കുഞ്ഞിനെ കൊടുക്കാൻ ആംഗ്യം കാണിച്ചപ്പോൾ കൊച്ചിനെടുത്ത് അവരുടെ കയ്യിലേക്ക് കൊടുത്തു. അവർ വരാൻ പറഞ്ഞ് അവരെ പുറകെ ഇറങ്ങി ചെല്ലുക. ഈ ചെന്നത് ഈ കാൽവറി എന്ന് പറഞ്ഞ പെന്തക്കോസ്ത് ചർച്ചിലേക്കാണ്. ആ പാസ്റ്ററിൻ്റെ അടുക്ക് ചെന്ന ഈ സഹോദരങ്ങൾ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. ഉടനെ പാസമ്മാമയും വന്നു. അവർ ഹിന്ദിയിലൊക്കെ സംസാരിച്ചു, പക്ഷേ മറുപടിയൊന്നും പറഞ്ഞില്ല. ഒരു പ്രത്യേക കണ്ടീഷനിൽ നിൽക്കുകയാണ്. കുറേ നേരം ചോദിച്ചിട്ടൊന്നും ഒരു മറുപടിയും പറയുന്നില്ല. പിന്നെ ആ പാസ്റ്റർ പറഞ്ഞ ആ ബാഗ് മേടിക്ക്, അതിനകത്ത് വല്ല വിസിറ്റിംഗ് കാർഡോ ഐഡൻറ്റി കാർഡോ ഫോൺ നമ്പറൊക്കെ ഇട്ട് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ആ ബാഗ് കൊടുത്തില്ല.
ബാഗ് ഇങ്ങനെ ചുരുട്ടി പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുക. ഉടനെ പാസ്റ്റർ പറഞ്ഞു, ഒരു ചായ ഇട്ട് കൊടുക്കുക. ആ അമ്മാമ്മ ചായ ഇട്ട് കൊണ്ടുവന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചായ കൊണ്ടുവച്ചപ്പോൾ അത് ആർത്തിയോടെ എടുത്ത് കുടിച്ച സമയത്ത് ആ ബാഗ് അവിടെ വെച്ചു. പെട്ടെന്ന് ആ പാസ്റ്റർ ബാഗ് എടുത്ത് ബൈബിൾ തുറന്നപ്പോൾ എൻ്റെ വിസിറ്റിംഗ് കാർഡ് കിട്ടി. പക്ഷേ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. അന്ന് നമ്മുടെ കയ്യിലൊക്കെ ഈ ചെറിയ നോക്കിയുടെ മൊബൈലുള്ളൂ. അത് ചാർജ് പോയി കഴിഞ്ഞാൽ പിന്നെ റീചാർജ് ചെയ്യണം. അതിനുള്ള സംവിധാനങ്ങൾ ട്രെയിനിനകത്ത് കുറവായിരുന്നു. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് വലിയ ടെൻഷനായി നടക്കുന്നതുകൊണ്ട് അത് റീചാർജ് ചെയ്യാനും പറ്റിയില്ല. അങ്ങനെ വളരെ ഭാരപ്പെട്ട് ആ ദൈവദാസനിരിക്കുമ്പോൾ അമ്മാമ്മ പറഞ്ഞ്, നമുക്കൊരു കാര്യം ചെയ്യാം, ആ ബൈബിളൊന്ന് തുറക്കുക, അതിനകത്ത് വല്ല നമ്പറുകളോ ചർച്ചിൻ്റെ രസീത് വല്ലതും ഉണ്ടെങ്കിൽ ചർച്ചുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ആ ബൈബിൾ തുറന്ന് നോക്കുമ്പോൾ ആ അമ്മച്ചി പറഞ്ഞ പോലെ എഴുതി വെച്ച പേപ്പർ കിട്ടി. അവൾ വേഗത്തിൽ എൻ്റെ ഫാദറിലോയെ വിളിക്കുകയും പറഞ്ഞ്, ഇന്ന പോലെ നിങ്ങളുടെ മോളും കൊച്ചിനെയും ഞങ്ങളുടെ കൈ കിട്ടിയിട്ടുണ്ട്, വഴിതെറ്റി വന്നതാണ്, കൈ കിട്ടിയിട്ടുണ്ട്, രാവിലത്തെ ട്രെയിന് കയറ്റി ഞങ്ങൾ ചെന്നൈയിലേക്ക് വിടാം, നിങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ആ ദൈവം നമ്മളോട് പറഞ്ഞ പോലെ കർത്താവ് ആർക്കും കടക്കാരനല്ല. പക്ഷേ ദൈവം ചെയ്ത ഒരു അത്ഭുതം, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഒരു ഭാഗത്തുനിന്ന് സാത്താൻ പറഞ്ഞ്, നിൻ്റെ ശുശ്രൂഷ പരാജയമായിരുന്നു, ഗുജറാത്തിൽ നിൻ്റെ ആദ്യത്തെ പ്രവർത്തനത്തിൽ തന്നെ നിൻ്റെ കുഞ്ഞ് മരിച്ചുപോയി, നിൻ്റെ വൈഫ് മെൻ്റലി ഡിപ്രഷനായി, ഇത് മുഴുവൻ ഭ്രാന്തിയായി മാറി, പിന്നെ നിനക്കെങ്ങനെ ഒരു വിജയത്തിൻ്റെ കാഹളം ഊതുവാൻ കഴിയുമെന്നുള്ള ചിന്തകളൊക്കെ എൻ്റെ ഹൃദയത്തിലേക്ക് ശത്രു കടത്തി വിട്ടുകൊണ്ടിരുന്നു. പക്ഷേ ഈ പ്രതികൂലത്തിന് നടുവിലും ദൈവം കൈവിട്ടില്ല. ദൈവം അത്ഭുതകരമായ നിലയിൽ ഞങ്ങൾ നിർത്തിപ്പോകുന്നു. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെ ചില മാസങ്ങൾ അവർ പേരൻസിൻ്റെ കൂടെ നിർത്തിയ ശേഷം ഞാൻ തിരിച്ച് നാട്ടിൽ ഹരിയാനയിലേക്ക് കൊണ്ടുവന്ന ശേഷം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഒരു വർഷം 360 ദിവസം ഉണ്ടെങ്കിൽ 30 ദിവസവും ഉപവാസവും പ്രാർത്ഥനയാണ്. ഒത്തിരി ദേവദാസന്മാർ കേട്ടറിഞ്ഞ് വരുന്നുണ്ട് പ്രാർത്ഥിക്കുവാൻ. 3 ദിവസം, 7 ദിവസം, 11 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കും. പക്ഷേ ഒരു വിടുതലും ലഭിക്കുന്നില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, 21 ദിവസം കൂടെ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കും, ഒന്നല്ലെങ്കിൽ അത്ഭുതകരമായ സൗഖ്യം തരണം, അല്ലെങ്കിൽ അങ്ങ് ശുദ്ധീകരിച്ചെടുക്കാൻ പറഞ്ഞു. അങ്ങനെ 17ാമത്തെ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ കിടക്കുമ്പോൾ ദൈവം എനിക്കൊരു ദർശനം നൽകി തരികയാണ്. ഒരു 2 മണിയായപ്പോൾ ഒരു മനുഷ്യൻ വന്ന് എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, എൻ്റെ പിന്നാലെ ഇറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ ആ മനുഷ്യൻ്റെ പിന്നാലെ ഇറങ്ങി പോകുന്നു. അദ്ദേഹം മുന്നേ നടക്കുന്നു, ഞാൻ പുറകെ നടക്കുന്നു. ഞാൻ ചോദിക്കുന്നു, എങ്ങോട്ട് എന്നെ കൊണ്ടുപോകുന്നത് എന്ന്. ശാന്തമായി എന്നെ നോക്കി ചിരിക്കും, പിന്നെ മുന്നോട്ട് നടക്കും. ഒരു ചെറിയ നദി കടത്തി അക്കരെ കൊണ്ടുവന്നിട്ട് ദൂരെ കാണുന്ന ഒരു ചെറിയ കുന്നിൻ്റെ പ്രദേശം ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അവിടെ ജീവവൃക്ഷത്തിൻ്റെ ചെടിയുണ്ട്, പോയി പറിക്കാൻ പറയും. ഞാൻ ആ കുന്നിൻ്റെ മുകളിലേക്ക് ഈ ചെടി പറിക്കാനായിട്ട് പോകുമ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച, വയോധികരായ 2 പിതാക്കന്മാർ. ഒരാൾ 200 വയസ്സും പ്രായം വരും, കാരണം അതുപോലെ ബലഹീനമായി അവർ. വേറൊരാൾ അതുപോലെ പ്രായം ചെന്ന ഒരാൾ പഴയ ഒരു കസേരയിലിരിക്കുന്നു, വേറൊരു അപ്പച്ചൻ ഒരു ഡെറിയിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. ഞാൻ ഈ കസേരയിരിക്കുന്ന ആ പിതാവിൻ്റെ അടുക്കൽ ചെന്നിട്ടാ പറഞ്ഞ, അപ്പച്ച, ഞാൻ വന്ന് ഈ ചെടി പറിക്കാൻ വന്നതാണ്. ഉടനെ ആ പിതാവ് വിറയ്ക്കുന്ന കൈകൊണ്ട് ചൂണ്ടിയിട്ട് പറഞ്ഞ് ആ കിടക്കുന്ന ആളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച് കണ്ണു തുറക്കുന്നത് എൻ്റെ മിസ്സിസിൻ്റെ തലയിൽ എൻ്റെ കൈ ഇരിക്കുന്നതാണ്. പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 2009 നവംബർ മാസം 10-ാം തീയതി അത്ഭുതകരമായ വിടുതൽ ദൈവം നൽകി തന്നു. ഞങ്ങൾ കേരളത്തിൽ പോകാത്ത കൗൺസിലിംഗ് സെൻ്റർ ഇല്ല, അതെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർമാരില്ല. കോലഞ്ചേരിയിലെ മെഡിക്കൽ മിഷൻ, കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഫേമസ് ഡോക്ടറാണ് ആർ നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ അടുക്ക ട്രീറ്റ്മെൻറ്റിന് പോയി. അദ്ദേഹത്തിന് ഒടുവിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനി എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, അദ്ദേഹം വൈ യോഹന്നാൻ സാറാണ്, കോലഞ്ചേരിയിലുള്ളതാണ്, നിങ്ങൾ അവിടെ പോയിന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞില്ല, ഞാൻ പോകുന്നില്ല. ഉടനെ അദ്ദേഹം ദേഷ്യപ്പെട്ടു എന്നോട്. പിന്നെ അവിടെ നിന്ന് മടങ്ങി വന്നു. അങ്ങനെ ഒത്തിരി ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു. കുമ്പനാട്ട് കൺവെൻഷന് കൊണ്ടുവരും, പ്രാർത്ഥിക്കും, തിരിച്ചതുപോലെ മടക്കി കൊണ്ടുവരും. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. എങ്കിലും ദൈവത്തിന് സൗഖ്യമാക്കുവാൻ ഒരു നിമിഷ നേരം മതിയായിരുന്നു. ദൈവമക്കളെ, നമ്മൾ ഏതെല്ലാം വിഷയങ്ങൾ കൂടെ കടന്നു പോകുന്നു, പ്രതിസന്ധിയില്ല എന്ന് നമ്മൾ ചിന്തിക്കും, അത് മാറുകയില്ലെന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾ വിശ്വസിക്കുക, ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. തൊടുപുഴയിലെ ഐസക് സാറിൻ്റെ അടുക്കലൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി മാനസിക രോഗികളെ ചികിത്സിക്കുകയും ഹിപ്നോട്ടിസം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അധ്യാപകനാണ് AGയിലെ ഐസക് സാറ്.
അദ്ദേഹത്തിൻ്റെ അടുക്കലൊക്കെ കൊണ്ടുപോയി നിരാശരായി മടങ്ങി വന്ന ദിവസങ്ങളായിരുന്നു. എന്നാൽ ദൈവം അത്ഭുതകരമായി വിടുവിച്ചു. ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു, അത്ഭുതം വിടുവിച്ചു. എന്നാൽ അത് മാത്രമല്ല, അനവധി കഷ്ടങ്ങൾ കൂടെ ദൈവം ഞങ്ങളെ നോർത്ത് ഇന്ത്യയിൽ കടത്തിവിട്ടു. ഈ ഒരു കാരണത്താൽ പല സ്ഥലങ്ങളിലും ഞങ്ങളെ അത് സഭ ചാർജ് തരാതെ പുതിയ പുതിയ വേലസ്ഥലങ്ങൾ എടുത്ത് പ്രവർത്തിക്കേണ്ടതായ അവസ്ഥകൾ വന്നു. നോർത്ത് ഇന്ത്യയിൽ പുതിയൊരു വേലസ്ഥലം എടുത്ത് പ്രവർത്തിക്കണമെങ്കിൽ എത്രമാത്രം കഷ്ടപ്പെടണം. വീടുകൾ മാറി മാറി, കാരണം വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഒരു വർഷത്തിൽ 4 വീട് മാറേണ്ടി വന്നു. കുഞ്ഞുങ്ങൾ അനേക സ്കൂളുകളിൽ മാറി മാറി അഡ്മിഷൻ എടുക്കേണ്ടി വന്നു. അവിടെയൊക്കെയും നിരാശപ്പെടുകയും ഭാരപ്പെടുകയും ചെയ്യുമ്പോൾ ഒരു ഭാഗത്തൊരു പ്രത്യാശയുണ്ട്, ഒരു സമയമാകുമ്പോൾ ഇതിനൊക്കെ അറുതി വിടും. അങ്ങനെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെയും പൂർത്തീകരിക്കാൻ കഴിയാതെ വന്ന സമയങ്ങളുണ്ട്. എന്നാൽ അവിടെയൊന്നും നിരാശപ്പെട്ടു പോയില്ല. അവർ ഓൺലൈനിൽ കൂടെയൊക്കെ പഠിച്ചും ദൈവത്തിൻ്റെ അവരെ പഠനം പൂർത്തീകരിക്കാൻ ദൈവം അവർക്ക് കൃപ നൽകി. ഇന്ന് മൂത്ത ആൾ റേഡിയോളജി കഴിഞ്ഞു, ഇളയ ആൾ +2 കഴിഞ്ഞിട്ട് കഴിഞ്ഞ നീറ്റിന് എക്സാം എഴുതി. പക്ഷേ അത് ലീക്കായതുകൊണ്ട് അത് ക്യാൻസലായി. അടുത്ത മാസം 21-ാം തീയതി വീണ്ടും എക്സാമാണ്. അങ്ങനെ കഷ്ടതയുടെ തീച്ചുളെ കൂടെ തന്നെ ഞങ്ങളെ ദൈവം കൊണ്ടുപോയി. വീണ്ടും ഒരു വലിയ ആക്സിഡൻറ്റ് ഞങ്ങൾ അകപ്പെട്ടു. ആ ആക്സിഡൻറ്റ് ഞാൻ മരിച്ചു പോകേണ്ടതായിരുന്നു. ദൈവം അത് വീണ്ടും ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു തന്നു. ഞങ്ങളെല്ലാവരും അകപ്പെട്ട ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. കോവിഡ് വന്നു. വൈഫിനെ ആംബുലൻസ് കയറ്റി കൊണ്ടുപോയി. ഞങ്ങൾ യാത്ര പറഞ്ഞ് മടങ്ങി. എങ്കിലും ജീവനോടെ എൻ്റെ പ്രിയപ്പെട്ടവളെ ദൈവം തിരിച്ചു കൊണ്ടുവന്നു. അനവധി രോഗങ്ങളിൽ കൂടെ കുഞ്ഞുങ്ങളെ കടത്തിവിട്ട് ഇന്ന് വടക്കേ ഇന്ത്യയിൽ ഉള്ള സകല രോഗങ്ങളിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി. പക്ഷെ അവിടെയൊന്നും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവം ഞങ്ങളെ ജീവനോടെ ശേഷിപ്പിച്ച ആ ദൈവത്തിൻ്റെ കൃപയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ആ സുവിശേഷ പ്രതിരോധം ശക്തമാണ്. അനേക സഭകൾ അടച്ചുപൂട്ടി, അനേക ദൈവദാസന്മാർ ജയിലിൽ കിടക്കുന്നു. ആ അനേക സഭകളിൽ ആരാധന നടക്കുന്നില്ല. ആരാധന നടക്കുന്ന സഭകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ തീരുന്ന സമയം വരെയും കർത്തദാസന്മാർ ഭയത്തോടെയാണ് നിൽക്കുന്നത്. ആരെങ്കിലും പുതിയ വ്യക്തി സഭയിലേക്ക് കടന്നു വന്നാൽ ദൈവദാസന്മാരുടെ ചങ്കുകൾ ഇടിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ളൊരു നിലവാരത്തിലേക്ക് നോർത്ത് ഇന്ത്യ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക. അത് ഈ പ്രതികൂലം മാറി ഒരു ശാന്തത വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ചർച്ച അടച്ചു പൂട്ടിയിട്ട് 1 വർഷം കഴിഞ്ഞു. ഞങ്ങൾക്കൊരു ചർച്ചിന് ഹോളിന് വേണ്ടി ഞങ്ങൾ അനേക റൂമുകൾ അന്വേഷിച്ചു. പക്ഷേ ആരാധനയ്ക്ക് ആരും നമുക്ക് അവസരം നൽകി തരികയില്ല. പിന്നെ കിട്ടും, കോൺഫറൻസ് ആളുകൾ കിട്ടും. പക്ഷേ അത് വലിയ തുക കൊടുത്ത് നമുക്ക് എടുക്കണം. 2 മണിക്കൂറിന് വലിയ തുക കൊടുക്കണം. അതൊന്നും കൊടുക്കുവാനുള്ള അവസരം നമുക്കില്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഓൺലൈനിൽ കൂടെ ആരാധന നടത്തുകയാണ്. ദൈവമക്കളെ, നോർത്ത് ഇന്ത്യയിൽ വലിയൊരു ഉണർവുണ്ടാകുവാൻ എന്നെ കേൾക്കുന്ന പ്രിയ ഈ ബ്ലസ് TV-യിൽ കൂടെ, ഈ ചാനലിൽ കൂടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നോർത്ത് ഇന്ത്യയിലെ കർത്തദാസന്മാരെയും അതുപോലെ തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങളെയും ഓർത്ത്, ജയിലിൽ കിടക്കുന്ന ദൈവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കട്ടെ. സർവശക്തനായ ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു എവരിവൺ.